വെൽക്കം ടു മൈ ചാനൽ ഫിസിയോ എക്സ്പ്ലെയിൻഡ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മോട്ടോർ കൺട്രോൾ. വാട്ട് ഈസ് മോട്ടോർ കൺട്രോൾ? Motor control is an ability to regulate or direct the mechanisms essential to the movement. ഒരു മൂവ്മെന്റ് നടക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിനെ റെഗുലേറ്റ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ മോട്ടോർ കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂന്ന് ഫാക്ടേഴ്സിന്റെ ഇന്ററാക്ഷൻസ് വഴിയാണ്: ഇൻഡിവിജ്വൽ, ടാസ്ക് ആൻഡ് എൻവയോൺമെന്റ്. ഈ മൂന്ന് ഫാക്ടേഴ്സിന്റെ ഇന്ററാക്ഷൻസ് വഴിയാണ് ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നത്. ഈ ത്രീ ഫാക്ടേഴ്സിനെ നമ്മൾ മൂവ്മെന്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ കൺസ്ട്രെയിൻറ്റ്. ഒരു മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഏത് ടാസ്ക് ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു മൂവ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നത് അവിടെ ഏത് ടാസ്ക് ആണോ ആവശ്യം, ഒരു സ്പെസിഫിക് ആയിട്ട് എൻവയോൺമെന്റിനകത്ത് ഏത് ടാസ്ക് ആണോ ആവശ്യം അതനുസരിച്ചിട്ടായിരിക്കും മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ബ്രെയിൻ സ്ട്രക്ചേഴ്സിൻ്റെയും ബ്രെയിൻ പ്രോസസ്സിൻ്റെയും കൂടെ ഒരു കോപ്പറേറ്റീവ് എഫേർട്ടായിട്ടാണ് വരുന്നത്. ഇൻഡിവിജ്വലിൽ കാണുന്ന പെർസെപ്ഷൻ, കൊഗ്നിഷൻ ആൻഡ് ആക്ഷൻ, ഈ ത്രീ ഫാക്ടേഴ്സാണ് മെയിനായിട്ട് ഇൻഡിവിജ്വൽ കൺസ്ട്രെയിൻസിനകത്ത് വരുന്നത്. മൂവ്മെൻറ്റും ആക്ഷൻ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കാം. ഒരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് കുറച്ച് മൂവ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെയർ കോംബ് ചെയ്യുന്നു, അപ്പോൾ ഷോൾഡറിനകത്ത് ഫ്ലെക്ഷൻ, അബ്ഡക്ഷൻ, എൽബോയ്ക്കകത്ത് ഫ്ലെക്ഷൻ, റിസ്റ്റിനകത്ത് ഫ്ലെക്ഷൻ, അങ്ങനെ പല മൂവ്മെൻറ്റ്സ് ചേരുമ്പോഴാണ് ഒരു ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് വരുന്ന നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ്. നമ്മുടെ മസിൽസും ജോയിൻസും കറക്റ്റായിട്ട് കോർഡിനേറ്റഡ് ഫങ്ഷൻസ് നടന്നാൽ മാത്രമേ ഒരു ഫങ്ഷണൽ മൂവ്മെൻറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെർസെപ്ഷനും മൂവ്മെൻറ്റും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സെൻസറി ഇംപ്രഷൻസ് അല്ലെ സെൻസറി ഇൻപുട്ട്, അതിനെ നമുക്ക് ബ്രെയിനിന് മനസ്സിലാകുന്ന രീതിയിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിട്ട് മാറ്റുന്നു. ആ ഒരു പ്രോസസ്സിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പെർസെപ്ഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബോഡിയിലെ ഒരു പൊസിഷൻസ്, ഇപ്പോൾ സിറ്റിങ്ങിലാണോ, സ്റ്റാൻഡിങ്ങിലാണോ, ലൈങ്ങിലാണോ, ഏത് പൊസിഷനിലാണോ, വാക്കിങ്ങിലാണോ, അപ്പോൾ ആ ഒരു പൊസിഷൻ, ബോഡിയുടെ പാർട്സ് ഏത് പൊസിഷനിലാണോ അതനുസരിച്ചിട്ടായിരിക്കും മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിറ്റിങ്ങിൽ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് നമുക്ക് ലൈങ്ങിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനൊരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. അപ്പം പെർസെപ്ഷനും മൂവ്മെൻറ്റും കണക്റ്റഡ് ആണ്. അതുപോലെ മൂവ്മെൻറ്റും കൊഗ്നിഷനും കണക്റ്റഡ് ആണ്. ഇപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള അറ്റൻഷൻ, പ്ലാനിങ്, അത് കൊഗ്നിറ്റീവ് പ്രോസസ്സ് ഒക്കെ ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ടാസ്ക് കൺസ്ട്രെയിൻസ്. അപ്പം മൂവ്മെൻറ്റും ടാസ്കും തമ്മിൽ റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. അപ്പം ഏത് ടാസ്ക് ആണോ ചെയ്യുന്നത്, ടാസ്കിൻ്റെ നാച്ചറും അതുപോലെ തന്നെ മൂവ്മെൻറ്റും കണക്റ്റഡ് ആണ്. ഇപ്പോൾ സിമ്പിൾ ടാസ്ക് ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണോ ചെയ്യുന്നത്, സിമ്പിൾ ടാസ്കിന് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് അല്ല ഡിഫിക്കൽട്ട് ടാസ്കിന് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കിക്കിംഗ് ബോൾ, ഒരു ബോൾ കിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അറിയാൻ പറ്റും. കണ്ടിന്യൂസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വാക്കിംഗ് ടു റണ്ണിങ്ങിലോട്ട് പോകുന്നു, ആ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്. അപ്പം ടാസ്കും അതുപോലെ മൂവ്മെന്റും തമ്മിൽ കണക്റ്റഡ് ആണ്. ടാസ്കിനകത്ത് വരുന്ന മൂന്ന് ഫാക്ടേഴ്സാണ് സ്റ്റെബിലിറ്റി, മൊബിലിറ്റി ആൻഡ് മാനിപ്പുലേഷൻ. സ്റ്റെബിലിറ്റി ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് ആണ്, ബേസ് ഓഫ് സപ്പോർട്ടിനകത്ത് നിൽക്കുന്ന ടാസ്ക് ആണ്. മൊബിലിറ്റി ടാസ്ക് എന്ന് പറയുന്നത് വാക്കിംഗ് ആൻഡ് റണ്ണിങ് ആണ്, ബേസ് ഓഫ് സപ്പോർട്ടിന് പുറത്ത് പോകുന്ന ടാസ്ക് ആണ്. മാനിപ്പുലേഷൻ ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയും മൊബിലിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാസ്ക് ആണ്. ടാസ്കിനെ ഇവിടെ മൂവ്മെന്റ് വേരിയബിലിറ്റി അനുസരിച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഓപ്പൺ മൂവ്മെന്റ് ടാസ്കും ക്ലോസ്ഡ് മൂവ്മെന്റ് ടാസ്കും. അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്നതാണ് ഓപ്പൺ മൂവ്മെന്റ് ടാസ്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് അതിൻ്റെ മൂവ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ക്ലോസ്ഡ് മൂവ്മെന്റ് ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റബിൾ എൻവയോൺമെന്റ് ആണ്, അത് ഫിക്സഡ് ആണ്, ആ മൂവ്മെന്റ്സ് എല്ലാം ഫിക്സഡ് ആണ്, സ്റ്റീരിയോ ടിപ്പഡ് ആണ്, ഒരേ സീക്വൻസിൽ ചെയ്യുന്ന മൂവ്മെന്റ്സ് ആയിരിക്കും. ലാസ്റ്റ് വൺ, എൻവയോൺമെൻറ്റൽ കൺസ്ട്രെയിൻസ്. എൻവയോൺമെൻറ്റും മൂവ്മെൻറ്റുമായിട്ട് റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. രണ്ട് ടൈപ്പ് എൻവയോൺമെൻറ്റ് ഉണ്ട്: റെഗുലേറ്ററി ഉണ്ട്, നോൺ റെഗുലേറ്ററി എൻവയോൺമെൻറ്റും ഉണ്ട്. റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സൈസ്, ഷേപ്പ് അല്ലെ വെയിറ്റ് ഓഫ് കപ്പ്. ഇപ്പം നമ്മളൊരു വസ്തു എടുക്കുമ്പോൾ നമ്മുടെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം സൈസ് ഓഫ് കപ്പ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് ആണ്.
നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് സൗണ്ട് കേൾക്കുന്നു. അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അത് നോൺ റെഗുലേറ്ററി എൻവയോൺമെന്റ് ആണ്. മൂവ്മെന്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന 3 കൺസ്ട്രെയിൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.